ആലപ്പുഴ പള്ളിത്തോട് വയോധികയുടെ മരണത്തിൽ ദുരൂഹത. മരിച്ച നിലയിൽ കണ്ടെത്തിയ അമ്മയെ അടുക്കളയിൽ കുഴിച്ചിട്ടെന്നാണ് മകൻ മൊഴി നൽകിയിരിക്കുന്നത്. മകൻ ഗിരീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. പള്ളിത്തോട് സ്വദേശി രാധയാണ് മരിച്ചത്. പള്ളിത്തോട് നിന്ന് അശ്വിൻ പാലാഴി തത്സമയം ചേരുന്നു. അശ്വിൻ, ശരിക്കും ഈ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടോ, കൊലപാതകമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? നിലവിൽ നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചയോടുകൂടി പുറത്തു വന്നത്. ഇന്നലെയാണ് ഈ രാധയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് നിലവിൽ സംശയിക്കുന്നു. അതിനുശേഷം ഈ മകൻ തന്നെ വീടിന്റെ അടുക്കളയിൽ കുഴിയെടുത്ത് രാധയെ കുഴിച്ചിട്ടു എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഇന്നലെ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു, വിശദമായി ചോദ്യം ചെയ്തു. ആ വീട് നമുക്ക് കാണാവുന്നതുപോലെ ഇത്തരത്തിൽ ഈ പള്ളിത്തോട് അല്പം ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന വീടാണ്. അവിടെ ചുറ്റിനും വെള്ളം നിറഞ്ഞ പ്രദേശമാണ്. അത്രത്തോളം ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു വീടാണ്. സമീപത്തൊക്കെ വീടുകളുണ്ട്. എന്തായാലും ഇന്നലെ ഇയാൾ തന്നെ അയൽവാസികളോടും ഒപ്പം മക്കളോടുമൊക്കെ ഈ വിവരം പറഞ്ഞിരുന്നു. ഇങ്ങനെ അമ്മ മരിച്ചെന്നും അടുക്കളയിലേക്ക് കുഴിച്ചിട്ടു എന്നും പറഞ്ഞിരുന്നു. നിലവിൽ രാത്രി പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ അടുക്കളയുടെ അകവശം കുഴിച്ച് അതിന് മുകളിൽ അടുപ്പ് കൂട്ടിയ രീതിയിൽ 3 ഇഷ്ടിക കല്ലുകളും വെച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ പോലീസിന്റെ ബന്ദോബസ്തിലാണ് ഈ വീടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തഹസിൽദാർ അടക്കം എത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ വീടിനകത്ത് കുഴി തുറന്ന മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള നടപടികൾ ആരംഭിക്കും. ഇയാൾ സ്ഥിരം മദ്യപാനിയായിരുന്നെന്നും വീട്ടിലടക്കം സ്ഥിരം ശല്യം ഉണ്ടാക്കുന്ന ആളാണ് എന്നുമാണ് നിലവിൽ പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. അപ്പം നാട്ടുകാരും അതുതന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മക്കളും ഭാര്യയുമൊക്കെയായി ഈ മദ്യപാനത്തെ തുടർന്ന് തർക്കമുണ്ട്. അവർ വർഷങ്ങളായി അകന്ന് താമസിക്കുകയാണ്. ഇന്നലെ ഈ മരണവിവരം അറിയിച്ച ശേഷം ഇയാൾ മക്കളെയും ഇവിടേക്ക് എത്തിച്ചിരുന്നു. ആ മക്കളുടെ സാന്നിധ്യത്തിലാണ് ഈ മൃതദേഹം കുഴിച്ചിട്ടത് എന്നുള്ളതാണ് നിലവിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ, കൊലപാതകമാണോ എന്നടക്കമുള്ള സംശയം പോലീസിനുണ്ടെങ്കിലും നിലവിൽ ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം സ്വാഭാവിക മരണമാണ്, താനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും മദ്യലഹരിയിൽ തന്നെയാണ്. കൃത്യമായി വിവരം പോലീസിന് എടുക്കാൻ കഴിയുന്നില്ല. ഏകദേശം ഒരു 10:45 പോലീസ് സംഘം എത്തി ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.